നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മരണക്കൂട്ട് എന്ന പുസ്തകമാണ്. നിയാസ് കരീമാണ് രചിച്ചിരിക്കുന്നത്. മാതൃഭൂമി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ്. 200 രൂപയാണ് വില വരുന്നത്. ഇനി പുസ്തകത്തിലേക്ക്. ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ പേരിൽ മാത്രമല്ല ഒരു മനുഷ്യൻ മാറ്റി നിർത്തപ്പെടുന്നത്. അത് അവൻ ചെയ്യുന്ന തൊഴിലിന്റെ പേരിൽ കൂടിയാണ്. അങ്ങനെ ചെയ്യുന്ന തൊഴിലിന്റെ പേരിൽ ഇരുട്ടിലകപ്പെട്ട അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് സമൂഹം തള്ളിവിട്ട ഒരു മനുഷ്യന്റെ കഥ പറയുകയാണ് നിയാസ് കരീം. വിനു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആദ്യമേ പറയട്ടെ, ഇതൊരു യഥാർത്ഥ കഥയാണ്. ഇദ്ദേഹം വിനു എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ മാധ്യമങ്ങളിലൊക്കെ വരുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ കഥയാണിത്. തന്റെ കൂട്ടുകാരന്റെ മൃതദേഹം എടുത്തുകൊണ്ടാണ് വിനു ഈ ജോലിയിലേക്ക് വരുന്നത്. വിനുവിനെ സംബന്ധിച്ച് ഇത് ഒരു ജോലിയല്ല, അദ്ദേഹത്തിന് ആത്മസംതൃപ്തി ലഭിക്കുന്ന ഒരിടമാണ്. ലഹരിയുടെ ഒന്നും ഒരു തരത്തിലുള്ള ഒരു സഹായവുമില്ലാതെയാണ് അദ്ദേഹം അഴുകി തുടങ്ങിയ പല ശവശരീരങ്ങളും എടുക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാവരും പല പേരുകളിൽ അറിയപ്പെടുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പേരാണ്, ഡെഡ് ബോഡി, അല്ലെ? അത് മനസ്സിലാക്കാതെയാണ് ഓരോ മനുഷ്യനും ഇന്ന് ജീവിച്ചു തീർക്കുന്നത്. അവന്റെ അഹങ്കാരവും സന്തോഷവും പ്രണയവും എല്ലാം അതിനെ ചൊല്ലിയാണ്. ഇതൊന്നും അവകാശപ്പെടാനില്ലാതെ ഒരു മനുഷ്യൻ വീട്ടുകാരാലും നാട്ടുകാരാലും എല്ലാം തഴയപ്പെട്ട് ഒരു സുഹൃത്ത് പോലും ഇല്ലാതെ ഇരുട്ടിനെ മാത്രം പ്രണയിക്കുന്ന ഒരാളായി മാറുന്നു. അതാണ് വിനു. വിനു ആഗ്രഹിക്കുന്നത് ഒരു ശ്മശാനമാണ്. നമ്മളെല്ലാം വലിയ വീടും ബംഗ്ലാവും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ശ്മശാനമാണ്. അനാഥമായി മണ്ണടിഞ്ഞു ചേരേണ്ട കുറെ ആളുകൾക്ക് വേണ്ടി അവർക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ ഒരു ശ്മശാനം. എത്ര മഹത്തരമായ ചിന്തയാണല്ലേ! കണ്ണു നിറഞ്ഞിട്ടാണ് ഞാൻ ഈ പുസ്തകം അടച്ചു വെക്കുന്നത്. എനിക്കുറപ്പാണ് ഇത് വായിക്കുന്ന ഓരോരുത്തരിലും കണ്ണു നനയാതെ ഈ പുസ്തകം അടച്ചു വെക്കാൻ സാധിക്കില്ല. നന്ദി.